ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ ചിത്തിരയുടെ പകുതി ഉണ്ട്, ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും അതിലുണ്ട്. അത്രയും നക്ഷത്രങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് 6ലേക്കാണ് ശനീശ്വരൻ വന്നിരിക്കുന്നത്. അപ്പം 6ാം ഭാവത്തിലേക്ക് ശനി വരുന്നത് ഏറ്റവും നല്ലൊരു ഭാവമാണ്. ഇത്രയും നാൾ അവർക്ക് 5ലായിരുന്നു, മനസ്സിന്റെ ഭാവത്തിലായിരുന്നു. കുറേ അധികം ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഈ തുലാക്കൂറുകാർ ഈ ഒരു വർഷം അനുഭവത്തിലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഈ ശനീശ്വരൻ 6ാം ഭാവത്തിൽ എത്ര ശത്രുക്കളുണ്ടെങ്കിലും ഗുരുവിന്റെ ഉപദേശപ്രകാരം നമുക്ക് അത് മാറ്റാനും നമ്മളെ തന്നെ വീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. ശനി 6ൽ നിൽക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്നല്ല, നമ്മുടെ വാക്കുകളിലൂടെ പോയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനും നമ്മളെ എങ്ങനെയാണ് ഒരു കാര്യം സോൾവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ശനീശ്വരൻ ഒരു അറിവ് തരുന്നതാണ്. 2.5 വർഷക്കാലം ഉണ്ടല്ലോ. അപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങളാണ് അവിടെ. അപ്പോൾ 6ാം ഭാവം ശത്രു രാശിയും കൂടിയുണ്ട്. ശനി പാപഗ്രഹമായത് കൊണ്ടാണ് നമുക്കത് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. 6ാം ഭാവമാണ്, തുലാരാശിയാണ്. തുലാരാശിക്കാർ എപ്പോഴും തുലാസ് പോലെയാണ്. അവർ എപ്പോഴും ബിസിനസ്സുകാരൊക്കെ ആയിരിക്കാം. അപ്പോൾ ബിസിനസ്സുകാർ അവർ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാട് ചെയ്യുമ്പോൾ വളരെയധികം ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച് പെട്ടെന്ന് ഒരു എടുത്തടിച്ച് ഒരു മറുപടി കൊടുക്കാതെ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ 6ലെ ശനി നല്ലൊരു സാമ്പത്തികമായി നേട്ടങ്ങളെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.